വെൽക്കം ബാക്ക് ടു ബുക്ക് പ്രോക്കിംഗ് തോട്ട്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ രവീന്ദ്ര സിംഗിൻ്റെ യുവർ ഡ്രീംസ് ആർ മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കിലെ തോട്ട്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നപ്പോൾ പുതിയൊരു തോട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പറയാം, ഇഫ് വി കീപ് തിങ്കിങ് ഓഫ് ജസ്റ്റ് അവർ സെൽസ് ആൻഡ് ഡോണ്ട് സ്റ്റാൻഡ് അപ്പ് ഫോർ അതേഴ്സ് വി വിൽ ഓൾവേസ് ലീവ് ദ ഗുഡ് അലോൺ ആൻഡ് ദാറ്റ്സ് വെയർ ഇവിൾ വിൽ ട്രൈ. ഇതിന് എനിക്ക് മനസ്സിലായ അർത്ഥം പറയാനുള്ളൂ. അതായത് നമ്മളിപ്പോൾ നമ്മളെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. മറ്റൊരാൾക്ക് വേണ്ടിയൊരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്കിടയിലെ നന്മ നഷ്ടപ്പെടും. എന്നിട്ട് പൈശാചികത്തെ ഉള്ളിൽ കയറി വരുന്നതാണ് എന്ന് നമ്മൾ കൂലം കക്ഷയോട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ. സാധാരണ ഈ സെൽഫ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഒന്നെങ്കിൽ മോസ്റ്റ്ലി ഈ പറയുന്ന ബ്രേക്കപ്പ് പോലുള്ള സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ ബിട്രയൽ എന്തെങ്കിലും നടക്കുമ്പോഴൊക്കെയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് നടത്താം. കാറ്റഗറി 1, കാറ്റഗറി 2. ഈ കാറ്റഗറി 1 ഇപ്പോൾ ഞാൻ എന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം, അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ. അതായത് ഇപ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഈ പറയുന്ന ബിട്രയൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് തന്ന ആൾ, അതിപ്പോൾ ഫ്രണ്ട് ആവാം, ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ പോലും ആയിരിക്കാം. അപ്പോൾ ആരാണെങ്കിലും ഈ വ്യക്തി ഉണ്ടല്ലോ, എനിക്ക് ഈ സംഭവം തന്ന ആ ആളുണ്ടല്ലോ, ആൾ എൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ എൻ്റെ ലൈഫ് ഭയങ്കര ഒരു മോശം രീതിയിലാണെന്ന് വിചാരിക്കാം. എക്സ്ട്രോവേർട്ടൊന്നല്ല, ഇൻട്രോവേർട്ട് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ, പൊതു സമൂഹത്തിൻ്റെ ഒരു വ്യക്തിയായി തീരാൻ ആഗ്രഹിക്കാത്ത ഒരു ഫുൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ. ഒന്നെങ്കിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന പോലെ ഒരു തന്നിഷ്ടം തന്നേരി, അങ്ങനെ ഒരു വാല്യൂസ് ഒന്നും ഇല്ലാത്തൊരു മൊത്തത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് എനിക്കുണ്ടായിരുന്നത് വിചാരിക്കാം. അപ്പോൾ ഈ ഒരാൾ വന്നു അയാളോട് കൂടെ ഉണ്ടായിരുന്ന സമയം ഞാൻ സ്പെൻഡ് ചെയ്തപ്പോഴും എൻ്റെ ചിന്താഗതികളൊക്കെ മാറുന്നു. ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നു. കുറേ കൂടെ എൻ്റെ സെൽഫ് ഗ്രോത്ത് എനിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. വിച്ച് മീൻസ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ നന്നാക്കുന്ന വഴി അയാളും, അയാളുടെ ആ ഒരു നന്നാക്കൽ വഴി ഞാനും നന്നായിക്കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു ബന്ധമായിരിക്കാം. ഒരു സമയം എത്തിക്കോ, സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ഒരു ചതിയിലേക്ക് എത്തുകയോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് എത്തുകയോ ചെയ്തിട്ടുണ്ടാകും. ഈ ഒരു സെൽഫ് ഗ്രോത്ത് നടന്നിട്ടുള്ള ഒരാൾക്ക് സ്വയമായിട്ട് അവർ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കാം, ഞാൻ ഒന്നും അല്ലായിരുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ ഇത്ര എത്തിച്ച ആളാണ്. ശരിയായിരിക്കും, അയാൾ എന്നെ ഈ പറയുന്ന പോലെ വളരെ അതിക്രൂരമായ രീതിയിലായിരിക്കും എന്നോട് ബ്രേക്കപ്പ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ചീറ്റ് ചെയ്തല്ലേ ഒരു ബിട്രയൽ നടന്നു പോലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നായിരിക്കാം. പക്ഷെ എന്നാലും അയാളൊന്ന് വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പറയുന്ന പോലെ ഞാൻ തന്നെ എന്നെ തന്നെ കണ്ടുപിടിക്കാൻ അയാൾ സഹായിച്ചു. അതുകൊണ്ട് എനിക്ക് അയാളോട് അങ്ങനെ ഒരു ദേഷ്യമൊന്നും തോന്നുന്നില്ല. സോ ഇനി ഒരാളുടെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ ഞാൻ അയാളെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് കിട്ടിയ പാഠങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളായിട്ടാണ് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വയമായിട്ടും എൻ്റെ എക്സ് എനിക്ക് തന്ന കുറേ നല്ല കാര്യങ്ങൾ, അതായത് ഒപ്പം വളരണം, അല്ലാണ്ട് ഞാൻ മുന്നിലായതുകൊണ്ട് നീ എപ്പോഴും പുറകെ തന്നെ ആവണമെന്നില്ല, നിന്നെ എൻ്റെ ഒപ്പം എത്തിക്കണം എന്നുള്ള ഒരു തോട്ട്. സെൽഫ് ഗ്രോത്ത് വിത്ത് ടുഗദർ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം. അതായത് ഒരു ബന്ധം നിലനിർത്തുന്നതിലും നമുക്ക് അയാൾക്ക് നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിനും അങ്ങനെ ഒരു ഗ്രോത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് ഓൾറെഡി നല്ല ടീച്ചറായാലോ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ആയിട്ട് ഞാൻ അയാളെ എൻ്റെ ഒപ്പം, എന്നേക്കാൾ താഴെയാണെങ്കിൽ എൻ്റെ ഒപ്പം വളർത്തിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ഒരാളേക്കാൾ താഴെയോ മേളോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അവരുടേതായ ഒരു യൂണിക്നെസ്സിലാണ്. സോ എൻ്റെ ആ ഒരു യൂണിക്നെസ്സിൽ അയാളുടെ ചില കാര്യങ്ങൾ വീക്കായിരിക്കാം. ഇപ്പോൾ ഈ പറയുന്നത് എൻ്റെ എക്സ് കാരണം ഞാനിപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ പോകാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം. എനിക്ക് വരാൻ പോകുന്ന ആൾ യാത്ര പോകാൻ പേടിയുള്ള ആളായിരിക്കാം. ഇഷ്ടമാണ്, പക്ഷേ യാത്ര എങ്ങനെ പോകും, ഒറ്റയ്ക്ക് എങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരുമിച്ച് എങ്ങനെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംശയം, ഈ ഓവർ തിങ്കിങ് കുറച്ച് കൂടുതലുള്ള ആൾ അങ്ങനെയുള്ള കാറ്റഗറിയിലായിരിക്കും. സോ എനിക്ക് അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും യാത്ര എങ്ങനെയാണ്, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇതാന്ന് പറഞ്ഞ് അയാളുടെ ഉള്ളിലെ പേടി മാറ്റി നമുക്ക് അയാളെ നമ്മൾ ഇപ്പോൾ, പക്ഷേ അയാളെ നിർബന്ധിച്ചുകൊണ്ടൊന്നുമില്ല, അയാൾക്ക് ഇഷ്ടമാണ് യാത്ര പോകുന്നത്, പക്ഷേ അയാളുടെ ഉള്ളിലെ പേടി കാരണമാണ് ഇത് പറ്റാതിരിക്കുന്നത് എന്ന ഒരു സാഹചര്യമാണ്. പേടിയാണ് അയാളെ നമ്മൾ പിൻവലിക്കുന്നെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാ പേടികളും നമ്മളിങ്ങനെ പിൻവലിക്കണം എന്ന് പറയുന്നില്ല. ചില പേടികളൊക്കെ നല്ലതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് പൊതുവിൽ ആർക്കും ദോഷം ചെയ്യാത്ത, സ്വന്തമായിട്ട് ദോഷം അനുഭവിക്കേണ്ടി വരുന്നതും ഇല്ലാത്ത കാര്യങ്ങളിലുള്ള പേടി നമ്മൾ മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അയാളെങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്വയമായിട്ടും ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ നമ്മളെ പറ്റി പറയേണ്ട ഒരു മൊമെൻറ്റ് വരുമെന്ന് ചോദിച്ചു. അതായത് എന്തെങ്കിലും ഒരിക്കലും ഒരു വിധിയുടെ ഒരു കുട്ടികൾ കാരണം അയാളുമായിട്ട് നമുക്കൊരു ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബിട്രയൽ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്, നമ്മൾ ഫേസ് ചെയ്തിരുന്ന സാഹചര്യത്തിലേക്ക് അയാളും കൂടെ എത്തുന്നൊരു അവസ്ഥ വരുവാണ്, അറിയാതെ. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ അയാൾക്ക് പറയാൻ പറ്റും, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ്, എന്നെ ആൾ ഇത്രയും വളരെ മോശമായ രീതിയിലായിരിക്കും ബ്രേക്കപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഒരു ബിട്രയൽ ഉണ്ടായി, പക്ഷേ എന്നാലും അവൾ കാരണം എനിക്ക് ഇത്രയും നല്ലൊരു ലൈഫ് കിട്ടി, എന്നെ ഇങ്ങനെ ഒരു ബെസ്റ്റ് ആളാക്കി തീർത്തത് അവളാണ് എന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി വായിച്ചൊരു നോവലിൽ സിമിലർ ഒരു ക്യാരക്ടറുണ്ട്, വിനീത് അങ്ങനെ എന്തോ ആണ് എല്ലാവരുടെ പേര്. ഓക്കെ, സോ അതവിടെ അങ്ങനെ ഒരു നല്ല കാറ്റഗറിയിൽ സംഭവിക്കാം. അപ്പോൾ അയാൾ ഇങ്ങനെ, ഇനിയിപ്പോൾ അയാളുടെ ലൈഫിൽ ഒരാൾ വന്നാലും ഓക്കെ, എന്നെ അവൾ ഗ്രോ ചെയ്തു, സോ അതുപോലെ തന്നെ എൻ്റെ വരാൻ പോകുന്ന എൻ്റെ പാർട്ണറിനെ ഞാൻ അങ്ങനെ ഗ്രോ ആക്കണം, നമ്മൾ പഠിച്ചതേ പാടെന്ന് പറയുന്ന കാറ്റഗറി തന്നെ അങ്ങനെ സംഭവിക്കും. സോ അതാണ് ഞാൻ കാറ്റഗറി നമ്പർ 1 എന്ന് പറഞ്ഞത്. നമ്മൾ സെൽഫ് ഗ്രോത്ത് ഓൺ ടൈമിൽ, അതായത് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആ ഒരു വ്യക്തിയുള്ള സമയത്തും അയാൾ പോയതിന് ശേഷം അയാൾ ആ ചീറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൽ പോലും നമ്മളെ നഷ്ടപ്പെടാതിരിക്കുക, അതായത് ഈ പറയുന്ന സെൽഫ് ഗ്രോത്ത് നഷ്ടപ്പെടാതെ നമുക്ക് നമ്മളെ ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നല്ലൊരു പോസിറ്റീവിലായിരിക്കാം സംഭവം ഇങ്ങനെ കറങ്ങി വരും. അതായത് ഇപ്പോൾ അയാൾ എനിക്കെന്നു, ഞാൻ ഒരാൾ കൊടുത്തു, അയാൾ മറ്റൊരാൾ കൊടുക്കുന്നു, അതിങ്ങനെ കറങ്ങി വന്ന അവസാനം നമ്മുടെ തന്നെ കയ്യിൽ വരും. അതിനാണല്ലോ കർമ്മബലം എന്ന് പറയുന്നത്. സോ അതാണ് കാറ്റഗറി നമ്പർ 1. ഇനി കാറ്റഗറി നമ്പർ 2 ഉണ്ട്. അത് പറയാം. കാറ്റഗറി നമ്പർ 2 നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രോത്ത് ഒന്നുമില്ല, അതായത് അവരുടെ ലൈഫ് നേരെ വിളിക്കായിരുന്നു വിചാരിക്കാം, വൻ ഷോ ആയി പോയി എന്ന് വെച്ചാൽ ഓരോ ദിവസം അവർ ഡ്രെയിൻഡായിട്ട് നടന്ന് ലാസ്റ്റ് ബ്രേക്കപ്പ് ആയപ്പോൾ അവരൊന്നും ഇല്ല എന്നൊരു അവസ്ഥയിലാണ്, ഭയങ്കര മോശമായി തീരുന്ന അവസ്ഥ. ആ ബ്രേക്കപ്പിൻ്റെ എൻഡിൽ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് തോന്നുന്ന, കാറ്റഗറിയിലെ ഒന്നാമത്തെ ആളുകൾക്ക് തോന്നുന്ന കാര്യം പറയാം. ശരിയാണ്, പണ്ട് ഞാൻ എത്ര നല്ല ആളായിരുന്നു, ഇവൻ്റെ അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയതിന് ശേഷമല്ലേ, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പായിരിക്കാം, പറയുന്നില്ല റിലേഷൻഷിപ്പിലായിരിക്കാം, അതിന് ശേഷമല്ലേ എൻ്റെ ലൈഫ് ഇത്രയും മോശമായത്.